എക്സാം പ്രിപ്പ് വീഡിയോ സ്റ്റഡി വ്ളോഗ് പ്ലസ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. അപ്പോൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, ബിക്കോസ് എനിക്ക് ഫീവറും കോൾഡും എല്ലാം ആയിരുന്നു. അത് ഒരാഴ്ചത്തോളം ഉണ്ടായിരുന്നു. അതാണ് 10-15 ദിവസത്തോളം ഞാൻ വീഡിയോസ് ഇടാണ്ടിരുന്നത്. ഇനി അധികം ഡിലേ ഒന്നും വരാണ്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ എക്സാം ടൈം ടേബിൾ വന്നിട്ട്. നാളെ തൊട്ടാണ് നമുക്ക് എക്സാം തുടങ്ങണത്. അപ്പം നിങ്ങൾ എങ്ങനെയോ പഠിച്ചൊക്കെ തുടങ്ങിയോ? ഇപ്പോഴെങ്കിലും പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എക്സാം പ്രിപ്പ് ആണ് ചെയ്യുന്നത്. കുറച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത്ത് കുറവായിരിക്കും. ഒരു 4 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഈവനിങ് ടൈമായിരുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ സൈലത്തിൽ ലൈവ് ഉണ്ടായിരുന്നു, ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് കാണുന്നത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണ ഫോണിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് കാണുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നോട്ട്സ് എഴുതിയിട്ടാണ് വീഡിയോസ് എടുത്തത് കേട്ടോ. ഇത് എഴുതിയിട്ട് എനിക്ക് പഠിക്കണം. പകുതി എനിക്ക് വീഡിയോ കാണാൻ പറ്റുള്ളൂ, ബാക്കി പഠിക്കാൻ ടൈം വേണമല്ലോ. ബാക്കി പകുതി ഇന്ന് കാണണം. ഞാനിത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ എഡിറ്റ് ചെയ്യണത്. എന്തായാലും അടിപൊളിയായിട്ട് ലൈവൊക്കെ കണ്ടു. സൂപ്പർ ക്ലാസ് ആയിരുന്നു. JK സാറിൻ്റെ ക്ലാസ് ആയിരുന്നു, നല്ലതായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുള്ള് കണ്ടില്ല, പകുതി കണ്ടോളൂ. അതിന് ശേഷം ഞാൻ ഇവിടെ പഠിക്കുവാണ്. അതിൽ നിന്ന് നന്നായിട്ട് വായിച്ച് പഠിക്കുവാണ്. ഫിസിക്സാണ്, അടുത്ത ആഴ്ചയാണ് എക്സാമെങ്കിലും എനിക്ക് നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, സോഷ്യൽ, ഹിസ്റ്ററി, ജോഗ്രഫി ടഫാണ്. പിന്നെ ഹിന്ദി, അങ്ങനെയുള്ള കുറേ സബ്ജക്റ്റ് എനിക്ക് ടഫാണ്. അപ്പോൾ അതെല്ലാം ഇന്ന് തീർത്താലേ എനിക്ക് അടുത്ത ആഴ്ചയാണ് എക്സാമെങ്കിലും ഇന്ന് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലാംഗ്വേജ് സബ്ജക്റ്റാണ് ഈ ഒരാഴ്ച വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് തന്നെ പഠിക്കുക. നാളെയാണ് എക്സാം. അപ്പോൾ നിങ്ങൾക്ക് നാളെയാണോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കുറഞ്ഞു വരുവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഇപ്പോൾ വന്നിട്ട് 164 സബ്സ്ക്രൈബേഴ്സാണ്. നമുക്കൊരു 200 എത്തിക്കണം ഈ മാസം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ടു ഡു ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തേക്ക് ചെയ്യാനുള്ളതാണ്. അതായത് ഇന്നലെയാണ് ഈ വീഡിയോ എടുത്തത്. അതായത് ഇന്നത്തേക്ക്, നാളത്തേക്കെന്നും പറഞ്ഞാൽ എഴുതി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി എന്ത് വീഡിയോ അടുത്ത് ചെയ്യണം എന്നും കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സാം പ്രിപ്പൊക്കെ എവിടം വരെയായി? നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുക, വീഡിയോസ് കാണുക, അടിപൊളിയാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത എന്ത് വീഡിയോ വേണമെന്നും കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് സജസ്റ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് കേട്ടോ. ഇത്രയും താങ്ക്സ് ഫോർ വാച്ചിങ്.